ഹൃദയപൂർവ്വം ലാലേട്ടൻ സത്യനന്ദിക്കാട് മൂവി അല്ലെ. ഈ പടം തിയേറ്ററിൽ കണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയെന്ന് വെച്ചാൽ പടത്തിന്റെ പേര് പോലെ തന്നെയാണ്. അതായത് ഹൃദയപൂർവ്വം എന്നൊക്കെ പറയുന്ന പോലെ മനസ്സ് നിറഞ്ഞ ഒരു സിനിമ, ഒരു ഫീൽ ഗുഡ് മൂവി. ഇവര് ഈ സിനിമ ഇറക്കിയപ്പോൾ തന്നെ അല്ലെ റിലീസ് ആകുന്ന സമയത്ത് വേണ്ടത്ര പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു കുഞ്ഞു പടം, ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഈ ഒരു പടത്തെ അവർ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞു സിനിമ. നമ്മൾ പടം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഒരു കുഞ്ഞു സിനിമ. പക്ഷെ നമ്മളിങ്ങനെ ഫീൽ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഒരു നല്ല നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സോങ് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് ആസ്വദിക്കില്ലേ? നമ്മളിങ്ങനെ മതിമറന്ന് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കത്തില്ലേ? സെക്കൻഡ് പോലും നമുക്കൊരു മടുപ്പോ അല്ലെങ്കിൽ നമുക്കൊരു ബോറിങ്ങോ തോന്നിയിട്ട് ഇതുവരെ തോന്നില്ല. ഞങ്ങൾ ആ 2.5 മണിക്കൂർ ഉണ്ട് പടം. ഈ 2.5 മണിക്കൂർ നമ്മളിങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ പാട്ട് കേൾക്കുന്ന പോലെ നമ്മളിങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഇന്റർവെൽ ആയത് അത് ശരിക്കും ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം അത്രയും ഉണ്ട് എന്റർടൈൻ ചെയ്യാൻ അതിനകത്ത്. നല്ല രസമാണ് പടം കാണാനായിട്ട്. 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പടം 2.5 മണിക്കൂർ ലെങ്തില് നമ്മളെ കംപ്ലീറ്റ്ലി അത് ആസ്വദിപ്പിക്കുന്ന പറയുന്ന ഒരിക്കലും ചെറിയ കാര്യമല്ല. മോഹൻലാൽ കിട്ടിയ ഒരു ബെസ്റ്റ് കോംബോ ആയിരുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ലാലേട്ടൻ സംഗീത് കോംബോയെ പറ്റി പറയാം. സത്യനന്ദിക്കാടിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്, അല്ലെങ്കിൽ ഈ മൂവിയുടെ ഹോൾ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയാനുണ്ട്. പക്ഷേ ഈ ഒരു കോംബോ തുടരും സിനിമയിൽ ഒരു 10 മിനിറ്റ് മാത്രമാണ് ഇവർ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു എന്താ പറയണ്ട, ഒരു ഫുൾ ലെങ്ത് വേർഷൻ ആണ് ഈ പടത്തിൽ. തുടക്കം മുതൽ അവസാനം വരെ ഇതിൽ ഒരുമിച്ചുണ്ട്. അപ്പോൾ ഈ സംഗീതം ലാലേട്ടൻ കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം സംഗീതമാണ് ന്യൂ ജനറേഷനിൽ ഏറ്റവും നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി വർക്കൗട്ട് ആകുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ പണ്ട് ഈ ജഗതി ലാലേട്ടൻ അല്ലെങ്കിൽ ജഗദീഷ് ലാലേട്ടൻ അല്ലെങ്കിൽ മുകേഷ് ലാലേട്ടൻ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഒന്ന് അങ്ങോട്ട് അടിക്കുന്നു തിരിച്ചു ഇങ്ങോട്ട് അടിക്കുന്നു. ലാലേട്ടൻ 1 കൊടുത്താൽ അവിടെ നിന്ന് 2 കിട്ടും, ലാലേട്ടൻ 2 കൊടുത്താൽ അവിടെ നിന്ന് 3 കിട്ടും, അല്ലെങ്കിൽ ലാലേട്ടൻ 5 കൊടുക്കും അവര്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇതാണ് സംഗീത് ലാലേട്ടൻ കോംബോയിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ത്രൂ ഔട്ട് അവരുടെ കോമ്പിനേഷൻ സീൻ എല്ലാം തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. നമുക്ക് ചിരി, അതായത് ഇതിന്റെ സിറ്റുവേഷൻ കോമഡീസ് ആണ്, അല്ലാണ്ട് ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അവർ കുറച്ച് ഡയലോഗ്സ് പറയുന്ന, അവരുടെ കുറച്ച് ജസ്റ്റേഴ്സ് വരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇപ്പോ സംഗീത് ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അതെ, പ്രണവിനേക്കാൾ ഏജ് കുറവാണ് സംഗീതിന്. പക്ഷെ അവര് എന്ത് ഭയങ്കരമായിട്ടാണ് വർക്കൗട്ട് ആയിരിക്കുന്നത് ആ കോംബോ. ഇവര് രണ്ടുപേരും കൂടെ ഇപ്പോ സംഗീതയുടെ ഡയലോഗ് പറയുമ്പോഴത്തേക്കും ലാലേട്ടന്റെ ജസ്റ്റേഴ്സ് കണ്ടാൽ നമുക്കറിയാം, അത് നമുക്ക് ചിരി വരും. ഇനി ലാലേട്ടൻ ഡയലോഗ് പറയുമ്പോഴത്തേക്കും സംഗീതം അവിടെ ഒരു നമ്മൾ ആ ലാലേട്ടന്റെ ഒരു ഡയലോഗ് കഴിയുമ്പോൾ നമ്മൾ സംഗീതത്തിന് നോക്കും. കാരണം സംഗീതത്തിന് ആ എക്സ്പ്രഷൻ അത് ഭയങ്കര സൂപ്പർ ആയിട്ട് തോന്നുന്നുണ്ട്. അവരുടെ ഒരു കോംബോ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു കോംബോ ആണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിലുണ്ടോ മാളവിക. ഇപ്പൊ മാളവിക കുറെ നാളായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മലയാളത്തിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള വേഷം കിട്ടിയിട്ടുമില്ല. അവരുടെ ലാംഗ്വേജ് പ്രോബ്ലം ആണ്. ഇന്റർവ്യൂവിനകത്തൊക്കെ ഇവർ മലയാളം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റോള് നൈസായിട്ട് മാളവിക ചെയ്തിട്ടുണ്ട്. ആ മാളവിക വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആണ് മാളവിക കാണാനായിട്ട്. മാളവിക കിട്ടിയ രസമാണ് മാളവിക കാണാനായിട്ട്. ഭയങ്കര ലുക്കുമാണ്. ഈ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു മാളവികയുടെ. മാളവിക നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സംഗീതയുടെ ഒരു അഭിനയം എന്ന് പറയുന്നത് എപ്പോഴും സത്യനന്ദിക്കാട് മൂവിക്ക് ചേർന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ്. അപ്പോൾ സംഗീത എനിക്ക് തോന്നുന്നു സംഗീത ഇതുവരെ മലയാളത്തിൽ സത്യനന്ദിക്കാടിന്റെ കൂടെ ഒരു പടം പോലും ചെയ്തിട്ടുമില്ല. സംഗീതയുടെ ഒരു റോള് സംഗീത വളരെ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കാസ്റ്റിംഗ് എല്ലാം സൂപ്പറാണ് കേട്ടോ. കാരണം ഇപ്പൊ ലാലു ലക്സ് ഉണ്ട്, ജനാർദ്ദൻ ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്. അവരുടെയൊക്കെ സീൻ പക്ക. അതായത് ഒരു വെറുപ്പിക്കലും ഇല്ലാത്ത പരിപാടീസ്. ഇനി കുറച്ച് യങ് ആയിട്ട് റീൽസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യുന്ന കുറെ ആൾക്കാർ, അവരിപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർ 4-5 പേര് ഈ പടത്തിലുണ്ട്. അവരുടെ പെർഫോമൻസും നമുക്ക് ഭയങ്കര രസമാണ്. ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കും. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല പടത്തിൽ. എനിക്ക് തോന്നുന്നു മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ 10 പേര് 12 പേര് അത്ര ഉണ്ടാവുള്ളൂ. അതെല്ലാം സൂപ്പർബാണ്. നമ്മൾ ഒത്തിരി ക്യാരക്ടേഴ്സിനെ കാണുന്നില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ അവരെല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആരും വെറുപ്പിച്ചിട്ടില്ല പടത്തില്. ഓവർ ആക്ടിങ് ഇല്ല, വെറുപ്പിക്കലില്ല. ഇപ്പൊ ലാലേട്ടന്റെ ഇതിനകത്തുള്ള കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ലാലേട്ടൻ ഒരു മിഡിൽ ഏജ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ഒരു വ്യക്തിയായിട്ട്. ത്രൂ ഔട്ട് പുള്ളിക്കാരൻ അത് പിടിച്ചിട്ടുണ്ട്. ഇനി പുള്ളിക്കാരന്റെ ലുക്കും ആയിക്കോട്ടെ, അത് ഈ ക്യാരക്ടറിന് ചേരുന്ന ഒരു മിഡിൽ ഏജ് ക്യാരക്ടറിന് ചേരുന്ന ഒരു പരിപാടി എല്ലാം. അതായത് സത്യനന്ദിക്കാടിന്റെ ഡയറക്ഷൻ, ഇനി അതിനെപ്പറ്റി പറയാം. സാധാരണ എപ്പോഴും നമ്മുടെ ഈ ഓൾഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊക്കെ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയി, അവരെല്ലാവരും നിർത്താൻ വേണ്ടി പോകുന്നു, മതി ഇനി വെറുപ്പിക്കലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ പുള്ളി അപ്ഡേറ്റഡ് ആയിട്ടാണ് ഓരോ മൂവിയും പുള്ളി സമീപിക്കുന്നത്. ഇപ്പോൾ സത്യനന്ദിക്കാടിന്റെ മക്കൾ ചെയ്യുന്ന സിനിമയുണ്ടല്ലോ, ഇപ്പൊ പാച്ചു ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വരൻ ആവശ്യമുണ്ട്.
ആ ഒരു ഫീലാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് സത്യനന്ദിക്കാട് പഴയ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് മാറിയിട്ട് കംപ്ലീറ്റ്ലി ഒരു പുതിയ, അതായത് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഉൾപ്പെടെ ഫാമിലി ആയിട്ടും എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നൈസ് ഡയറക്ഷൻ ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതിന് പുള്ളിക്ക് കൈയടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഈ ഒരു ടൈമിലും പുള്ളി ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് ഒരു പടം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഈ പടത്തിന്റെ ഒരു കഥ ഞാൻ പറയണില്ല, പക്ഷെ ഈ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതിനകത്ത് ഇപ്പൊ ചില സമയത്ത് ഈ സിറ്റുവേഷൻ തന്നെ വേറൊരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളിൽ ചില സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഇപ്പോൾ ഒരാളെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയണ്ട അങ്ങനെയുള്ള കോമഡി വർക്കൗട്ട് ആയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു ഓവറോൾ ത്രെഡ് ഉണ്ടല്ലോ, ഈ സിനിമയുടെ ഒരു കഥ ഉണ്ടല്ലോ, ആ കഥ എവിടെയും വൾഗർ ആകുന്നില്ല. ഒരു പോർഷനിൽ പോലും കഥ വൾഗർ ആവാതെ എല്ലാത്തിനും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ പറഞ്ഞാണ് പടം അവസാനിപ്പിക്കുന്നത്. നമ്മൾക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഈ ഹീറോയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടർ ഇങ്ങനെ പെരുമാറിയെന്നതിന് കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞ് എന്തെങ്കിലും നമ്മൾ ഒരു കോംബോ നോക്കും ആരായിരിക്കും വരുന്നത്. അതെ അതെ, മൊത്തത്തിൽ മാറ്റി അതിന്റെ സ്പോയിലർ നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്താണോ പടത്തിന്റെ കഥ, ആ കഥയ്ക്ക് കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പടത്തിന്റെ എൻഡിങ്ങും ആ ഒരു ആൻസറും എല്ലാ ആൾക്കാരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കും. ആ രീതിയിലാണ്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. അഖിൽ സത്യനാണ് പടത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഇപ്പൊ ഇതിനകത്ത് കോമഡി അങ്ങനെ തന്നെയാണ്, സിറ്റുവേഷൻ ബേസ്ഡ് കോമഡീസ് ആണ് എല്ലാം തന്നെ. അല്ലാണ്ട് കോമഡിക്ക് വേണ്ടി ഒരു കഥാപാത്രത്തെ കയറ്റും. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമഡീസ് ഉണ്ടല്ലോ, അതേപോലെയാണ് പടത്തിന്റെ കോമഡീസ്. നമുക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് കൺഫ്യൂസ്ഡ് ആവത്തില്ല, കോമഡി പോലും നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നില്ല. ചെറിയ ചെറിയ കളിയാക്കലുകളായിക്കോട്ടെ അല്ലെ, അതും ഭയങ്കര രസമാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനോടോ നമ്മുടെ വീട്ടിലോ ഫാമിലിയിലോ പറയുന്ന ചില തമാശകൾ ഉണ്ടാവും, നമുക്കത് ചിരി വരും. സെയിം അങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അഖിൽ സത്യന്റെ ആ ഒരു കഥ, ആ കഥയ്ക്ക് സോനു ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു സോനുവിന്റെ ഫസ്റ്റ് റൈറ്റിംഗ് ആണ്. നൈസായിട്ട് സോനു അതിന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു കഥയ്ക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തിരക്കഥ എഴുതാൻ പറ്റുന്നത് സോനു അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് പറയാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു പടത്തിൽ ഒരു ഫൈറ്റ് ഉണ്ടെന്ന് അഖിൽ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫൈറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറിനകത്തൊക്കെ കണ്ടിരിക്കുന്ന ആ മ്യൂസിക്കാണ് ഫൈറ്റിന് കൊടുത്തേക്കുന്നത്. ആ ഫൈറ്റ് പോലും നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫൈറ്റ് ഇപ്പൊ ലാലേട്ടന്റെ ഇത് ഒരു കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഫീൽ ഗുഡ് പടമാണെങ്കിൽ തന്നെയും ആ ഒരു ഫൈറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ഞാൻ പറയണ്ടായില്ല, ലാലേട്ടൻ ഇടിക്കുന്നത് പഞ്ചാണ്. അതായത് ലാലേട്ടൻ ഇടിക്കുമ്പോ ഉണ്ടല്ലോ, അതായത് ഇടിക്കൊണ്ടാ, അതായത് നമുക്ക് ആ ഒരു കിൻഡിലിടി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഫീലാണ് പുള്ളി. അപ്പൊ ആ ഒരു ഫൈറ്റ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, കുറെ നാളായിട്ട് ലാലേട്ടന്റെ ഒരു ത്രൂ ഔട്ട് ഒരു മാസ് മസാല, പക്ക ലോക്കൽ മാസ് മസാല പടം വന്നിട്ടില്ല. കുറെ നാളായിട്ട് നമ്മളൊന്ന് മിസ് ചെയ്യാം. അതായത് തുടരാൻ കണ്ടെങ്കിലും തുടരാൻ അത് ഫൈറ്റ് ഉണ്ട്, പക്ഷെ അതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയാണ്. ലാലേട്ടന്റെ ഒരു ത്രൂ ഔട്ട് ഇടിപ്പടം കണ്ടിട്ട് നമ്മൾ ലോക്കൽ ഇടിപ്പടം കണ്ടിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു സാധനം ലാലേട്ടനെ വെച്ച് ആരെങ്കിലും പെടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കിണ്ണനാണ്. കാരണം അങ്ങനെയുടെ ഫൈറ്റിനകത്തൊക്കെ കിഡു എനർജിയാണ് ത്രൂ ഔട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, സോങ് ആണെങ്കിലും ഇപ്പൊ ഓരോ സോങ് വരുമ്പോഴും നമ്മളതിങ്ങനെ എൻജോയ് ചെയ്താണ്. ആ സോങ്ങിന്റെ ഒരു ഹിന്ദി സോങ് ഉണ്ട്, ആ ഹിന്ദി സോങ്ങിന്റെ പ്ലേസ്മെന്റും ആ സോങ്ങും നല്ല രസമായിരുന്നു. നമുക്ക് തന്നെ ആ പാട്ടൊന്ന് ഒന്നുകൂടെ നമ്മൾ മനസ്സിൽ പാട്ടെല്ലാം ഭയങ്കര നൈസാണ്. പിന്നെ എടുത്തു പറയാനായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടിയ 2 സീനുണ്ട്. ഇപ്പോൾ സംഗീത ലാലേട്ടൻ കോംബോയിൽ വരുന്ന എല്ലാ സീൻസും ഭയങ്കര രസമാണ്. പക്ഷെ എങ്കിൽ തന്നെയും ലാലേട്ടന്റെ മാളവികയുടെ നിങ്ങൾ പടം കാണാൻ പോലെ വെച്ചാൽ മതി, ഇവര് ഒരു മലയുടെ മുകളിൽ പോയിട്ട് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. അത് ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. പുള്ളിയുടെ കണ്ണൊക്കെ ഇങ്ങനെ, അതായത് കണ്ണ് നിറഞ്ഞ് ഒഴുകുക എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൽ ഒരാൾക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവുള്ളൂ. നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ നമുക്കിത് ഫീൽ അടിക്കും. നമ്മൾ സിനിമ കാണുമ്പോൾ ആ ക്യാരക്ടർ ഒരു ഇമോഷണൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ തട്ടും. ആ മലമുകളുടെ സീൻ ഉണ്ട്, നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. പടം കാണുമ്പോഴത്തേക്കും എല്ലാവരുടെ ഹൃദയത്തിൽ ആ സാധനം തട്ടും. ക്ലൈമാക്സിൽ ലാലേട്ടന്റെ ഒരു ചെറിയ സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചിന്റെ സമയത്തും അങ്ങേരുടെ കണ്ണിങ്ങനെ തിളങ്ങും, അത് കണ്ണുനീര് വന്നിരിക്കുന്ന തിളങ്ങും. അപ്പോൾ നമുക്ക് ഫീൽ അടിക്കും. നമ്മൾ ആലോചിക്കും പണ്ടാ മനുഷ്യൻ കരയിപ്പിക്കുകയാണെന്നൊരു നമുക്കൊരു ഫീൽ അടിക്കും. പിന്നെ പടത്തിന്റെ എൻഡിങ് ഞാൻ പറഞ്ഞല്ലോ, ആ എൻഡിങ് പോലും, അതായത് ഒരു കുഞ്ഞു കഥ ഇങ്ങനെ പറഞ്ഞു വന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവസാനിച്ച്, അല്ലെ, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത രീതിയിൽ അവസാനിച്ച്, എല്ലാ പോസിറ്റീവായിട്ട്. പണ്ട് ഈ നമ്മൾ മലയാള സിനിമയിൽ ഇങ്ങനെ സത്യനന്ദിക്കാരന്റെ പടമൊക്കെ തീരുമ്പോൾ ശുഭം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കാറുണ്ട്. അതായത് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയെന്നുള്ളതാണ്.
ഇവിടെ ഈ പടത്തിന്റെ അവസാനം അതായത് തന്നെയാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും സന്തോഷം. ചില തമാശകൾ സിദ്ദിഖിന്റെ ക്യാരക്ടറിന്റെ അകത്തൊക്കെ ചില തമാശകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് സിദ്ദിഖിന്റെയും ജനാർദ്ദന്റെയും ലാലു ലക്ഷ്മണന്റെ കാര്യം പറയാം. 3 പേര് പണ്ട് തൊട്ടേ നമ്മൾ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ കുറെ നാളായിട്ട് ഇവര് ഈ ഓൾഡ് ജനറേഷനിലുള്ള ആൾക്കാരുടെയും സ്കോറിങ് ചില പടത്തിൽ നമ്മൾ കാണുന്നില്ല. അതായത് അവര് അതിന് അവരുടെ ആവശ്യമില്ല, ന്യൂജൻ പിള്ളേരെ വരട്ടെ എന്നുള്ളത്. പക്ഷെ അവര് 3 പേരും അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പേസ് യൂസ് ചെയ്തേക്കുന്ന രീതിയുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് എടുത്ത് പറയേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലു അലക്സും സിദ്ദിഖും. എന്ത് രസമായിട്ടെന്നറിയോ അവരുടെ ആ ഒരു അത് കോമഡിക്ക് വേണ്ടി എക്സ്ട്രാ ഡയലോഗ് ഒന്നും പറയുന്നില്ല. ആ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് ചിരി വരും, നമ്മൾ എൻജോയ് ചെയ്യും. ഓവറോൾ ഫാമിലി ആയിട്ട് ഈ ഓണത്തിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ നൈസ് ആയിട്ടുള്ള റിപ്പീറ്റ് വാച്ച് ഉള്ള ഒരു സിനിമ. അതായത് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി തോന്നുന്ന രസകരമായിട്ടുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇത് മിസ് ചെയ്യരുത്. കാരണം ഫാമിലി ആയിട്ട് നമുക്ക് പോയിരുന്ന ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു നൈസ് പടമാണ്. ഹൃദയപൂർവ്വം മനസ്സ് നിറഞ്ഞ ഒരു സിനിമ.